അക്ഷയതൃതീയ ദിനത്തിലെ വ്യാപാരത്തിനൊരുങ്ങി സ്വർണ്ണ വിപണന മേഖല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണവിലയിൽ 55% വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അക്ഷയതൃതീയ ദിനം സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനായോ എന്നതും സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ മാസം 19-നാണ് അക്ഷയതൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ തിഥിയാണ് അക്ഷയതൃതീയ എന്ന് അറിയപ്പെടുന്നത്. ഈ ദിനത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി കരുതുന്നു. സ്വർണം വാങ്ങാൻ ഏറ്റവും മികച്ച ദിനമായി വിശ്വസിക്കപ്പെടുന്നതും അക്ഷയതൃതീയ നാളാണ്. അതിനാൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റദിന സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് അക്ഷയതൃതീയ ദിനമാണ്. ഈ വർഷത്തെ അക്ഷയതൃതീയ ഏപ്രിൽ 19 ഞായറാഴ്ചയാണ്. കേരളത്തിലെ ചെറുതും വലുതുമായ 12,000-ഓളം സ്വർണ്ണ വ്യാപാരശാലകൾ അക്ഷയതൃതീയയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 55%-ലധികം വിലവർധനവാണ് ഇത്തവണ സ്വർണത്തിന് അനുഭവപ്പെടുന്നത്. വിലവർധനവിനിടയിലും അക്ഷയതൃതീയ ദിനം സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പുത്തനുണർവേകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. 5 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ ദിവസം സ്വർണം വാങ്ങാൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർണം ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല, എക്കാലത്തേക്കുമുള്ള ഒരു സമ്പാദ്യം എന്ന നിലയ്ക്കാണ് സ്വർണം ഉപഭോക്താക്കൾ വാങ്ങിക്കൂട്ടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ സ്വർണം വാങ്ങുന്ന ഒരു സുദിനമാണ് അക്ഷയതൃതീയ. 2025-ൽ 10 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് ഏകദേശം 96,000 മുതൽ 97,000 രൂപയായിരുന്നത് ഇപ്പോൾ 1.5 ലക്ഷം മുതൽ 1,55,000 രൂപ വരെയാണ് വില. 22 കാരറ്റിന് 87,000 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 1,10,000 മുതൽ 1,12,000 എന്ന നിലയിലാണ് വിൽപ്പന. ഇത് നിക്ഷേപകർക്ക് മികച്ച ലാഭം നൽകിയെങ്കിലും സാധാരണക്കാരായ സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. നിലവിലെ സാഹചര്യം സ്വർണത്തെ സംബന്ധിച്ച് തീർത്തും പ്രവചനാതീതമാണ്. ഇറാൻ US സംഘർഷം തുടരുന്നതിന്റെ ഫലമായി എണ്ണവിലയിലുണ്ടായ വർധനവ്, പണപ്പെരുപ്പ് സമ്മർദ്ദം എന്നിവ കാരണം സ്വർണ്ണവിലയിലും മാറ്റങ്ങളുണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം വെടിനിർത്തൽ കരാറിലേക്ക് പോയതോടെ സമീപ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ മുന്നേറ്റമുണ്ടായിരുന്നു. എന്നാൽ ഡോളർ ദുർബലമാവുകയും ക്രൂഡ് ഓയിൽ വില താൽക്കാലികമായി താഴുകയും ചെയ്ത സാഹചര്യത്തിലുണ്ടായ ഉയർച്ചയിൽ നിന്നും സ്വർണ്ണവില വീണ്ടും താഴേക്കും വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.